കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to IGNO Focus 5.0. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MA ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിലെ കോർ പേപ്പർ ആയിട്ടുള്ള MHI 105 ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കോണമി ഫസ്റ്റ് ഫ്രം ഏർലിയസ്റ്റ് ടൈംസ് ടു CE 1700 എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. സോ ഇനി നമ്മളുടെ എക്സാമിന് നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത് അല്ലെ. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ പ്രിപ്പറേഷൻ വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഡിസംബർ എക്സാമിന് ഇനി നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, നമ്മൾ മസ്റ്റ് ആയിട്ടും കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ ടോപ്പിക്സും എത്രത്തോളം റെലവെന്റ് ആണ്, നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ അതിൽ പഠിക്കേണ്ടതുണ്ട്, ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലൊക്കെയാണ് ചോദിക്കാറുള്ളത്, ഇങ്ങനെ വിശദമായിട്ട് നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സും ഓരോ ആൻസേഴ്സും എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു സെഷനാണ് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ. സോ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ് നടത്തുന്നത്. ഡോക്യുമെന്റ് റോഡ് മാപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നടത്തുന്നത്. MHI 105 എന്ന ഈ പേപ്പറിൽ ടോട്ടൽ നമുക്ക് 7 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 7 ബ്ലോക്സിന്റെ അകത്ത് തന്നെ ഡിഫറെന്റ് യൂണിറ്റ്സും ഉണ്ട്. ഏകദേശം 28 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ യൂണിറ്റുകളിലെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഓരോ യൂണിറ്റിലെയും ടോപ്പിക്കുകൾ എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അതിൽ ഹൈ റെലവെന്റ് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. then അതിനുശേഷം എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മൾ നടത്തുക. അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് ചോദിക്കാറുള്ളത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഫോർമാറ്റുകൾ ഏതൊക്കെയാണ്, ഓരോ സെക്ഷനും എത്രത്തോളം വെയിറ്റേജ് ആണ് ഉണ്ടാവുക, മാർക്കിംഗ് ട്രെൻഡ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്നുള്ളതാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയ സമയത്ത് പല ക്വസ്റ്റ്യൻസും പല സെഷൻസിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് അത്തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. എക്സാമ്പിൾ ഹാരപ്പൻ ഇക്കോണമി, ലാൻഡ് റവന്യൂ, ഡിബേറ്റ്സ് ഓൺ അർബൻ ഡിക്കേ എന്നുള്ളതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക് ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ ടേം എക്സാമിനേഷന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, നമ്മൾ കൂടുതലായിട്ടും കവർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കവർ ചെയ്യാൻ മറക്കാൻ പറ്റാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതായത് നമ്മൾ അത്രയും സീരിയസ്നെസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ആണ്. സോ ഈ ഒരു പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇഗ്നോ എക്സാമിന്റെ അതേ പാറ്റേണിൽ അതേ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ നമ്മളൊരു 3 hours വെച്ചുകൊണ്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രെഡിക്റ്റീവ് പേപ്പറിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. സോ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസിനും ഏത് രീതിയിലാണ് നിങ്ങൾ ആൻസർ സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നതിന്റെ മോഡലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കണം, എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു മോഡൽ ആൻസേഴ്സിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ലേൺവൈസ് ആപ്പിൽ ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് മെത്തഡോളജി എന്താണ്? നമ്മൾ ഈ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും
നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. സോ അതിലൂടെ നമുക്ക് ഓരോ ടോപ്പിക്സും എത്രത്തോളം റെലവെന്റ് ആണ്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതിലൂടെ നമ്മൾ ഈ ഒരു എക്സാമിന് നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, ലോ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കും മീഡിയം പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കും ഒക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കുക. ആ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ ടോപ്പിക്സ് നിങ്ങൾ ഏത് രീതിയിൽ അത് എഴുതണം എന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം സിലബസ് മാപ്പിംഗിലേക്ക് കിടക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഇവിടെ നമ്മൾ ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക്കുകളും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഇവിടെ ഒരു ടോപ്പിക്ക് എത്രത്തോളം റെലവെന്റ് ആണ് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് ആ ഒരു ടോപ്പിക്കിൽ നിന്നും മുൻ വർഷങ്ങളിൽ എത്ര തവണ ക്വസ്റ്റ്യൻസ് വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ 10 അല്ലെങ്കിൽ 10 തവണ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നു എങ്കിൽ അതിനെ നമ്മൾ ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഒരു 5 to 9 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക്കിൽ നിന്നും വന്നത് എങ്കിൽ അത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി 5ൽ കുറവ് തവണയാണ് വന്നത് എങ്കിൽ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ഇവിടെ നമ്മൾ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 and 2ൽ നിന്നുള്ള ഇക്കണോമിക് ഹിസ്റ്റോറിയോഗ്രഫി ആൻഡ് മാർക്സിസ്റ്റ് ആൻഡ് ന്യൂ ട്രെൻഡ്സ് എന്നുള്ള ടോപ്പിക് നോക്കുന്ന സമയത്ത് അത് ലോ റെലവെന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം 2 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ 5ൽ താഴെയാണ് അല്ലെ, അതുകൊണ്ടാണ് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് പറയുന്നത്. ഇനി ബ്ലോക്ക് 2ലെ യൂണിറ്റ് 4ലെ ഹാരപ്പൻ ഇക്കോണമി ആൻഡ് സിവിലൈസേഷൻ എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ബ്ലോക്ക് 3ലെ യൂണിറ്റ് 8ൽ നിന്നുള്ള ട്രേഡ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കാരണം 3 തവണ മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ദെൻ ബ്ലോക്ക് 4ലെ യൂണിറ്റ് 13ൽ നിന്നുള്ള ബ്രഹ്മദേയ ആൻഡ് അഗ്രഹാര ഗ്രാൻസ് ആൻഡ് പരിഹാരാസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കാരണം 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഇനി നമ്മൾ ബ്ലോക്ക് 5ലെ യൂണിറ്റ് 16ൽ വരുന്ന ഇറിഗേഷൻ ടെക്നോളജി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കാരണം 4 തവണയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 5ലെ തന്നെ യൂണിറ്റ് 17ലെ പെസൻട്രി കാറ്റഗറീസ് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കാരണം 3 തവണ മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ബ്ലോക്ക് 5ലെ തന്നെ യൂണിറ്റ് 19ൽ നിന്നുള്ള ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് കാർഗാനാസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം 4 തവണ മാത്രമേ എക്സാമിന് വന്നിട്ടുള്ളൂ. ബ്ലോക്ക് 5ലെ തന്നെ യൂണിറ്റ് 20 and 21ൽ നിന്നുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റംസ് അണ്ടർ സുൽത്താനേറ്റ്, മുഗൾസ് ആൻഡ് മറാത്താസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കാരണം 3 തവണയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 6ലെ യൂണിറ്റ് 23ൽ നിന്നുള്ള ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഹുണ്ടീസ്, ഇൻഷുറൻസ്, റെസ്പോഡൻഷ്യ എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കാരണം 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ബ്ലോക്ക് 7ലെ യൂണിറ്റ് 27 and 28ൽ നിന്നുള്ള വിമൻ ആൻഡ് വർക്ക്, പ്രൊഡക്ഷൻ, ക്രാഫ്റ്റ്, കൊമേഴ്സ് എന്നുള്ളത് ലോ റെലവെന്റ് ആണ്. കാരണം 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ് എന്ന് കണക്കാക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്നും എത്ര തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഹൈ റെലവെന്റ് എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ 10ൽ കൂടുതൽ തവണയോ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്. മീഡിയം റെലവെന്റ് എന്ന് പറയുന്നത് ഒരു 5 to 9 ടൈംസ് ചോദിച്ചിട്ടുണ്ടാവും. ലോ റെലവെന്റ് എന്ന് പറയുന്നത് ബിലോ 5 ടൈം ചോദിച്ചിട്ടുള്ള ടോപ്പിക് ആണ്. ഇതിന്റെ തന്നെ ഒരു ബാർ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സ് ആക്സിസിലായിട്ട് നമ്മളുടെ ബ്ലോക്സും വൈ ആക്സിസിലായിട്ട് ആ ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു കൗണ്ടും കാണാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ബ്ലോക്ക് 5ൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമ്മൾ ജൂൺ 2024 to ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഈ ഒരു കാര്യം പറയുന്നത്. സോ ഇവിടെ ബ്ലോക്ക് 5ൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 4 ആണ്.
ദെൻ ബ്ലോക്ക് 3 നിന്നും ബ്ലോക്ക് 6 നിന്നും ബ്ലോക്ക് 2 നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 7 നിന്നും ഈ ഒരു ടൈമിൽ, അതായത് ഡിസംബർ 2024, ജൂൺ 2024, ജൂൺ 2025 സൈക്കിളുകളിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതിന്റെ തന്നെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഹൈ ഈൽഡ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ഹാരപ്പൻ ഇക്കോണമി ആൻഡ് സിവിലൈസേഷൻ എന്നുള്ളതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് നോട്ട് ആയിട്ടും ലോങ് ആൻസർ എസ്സേ ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പല സെഷൻസിലും നമുക്ക് ഈ ഒരു ഹാരപ്പൻ ഇക്കോണമി ആൻഡ് സിവിലൈസേഷന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ബ്രഹ്മദേയ ആൻഡ് അഗ്രഹാര ഇൻക്ലൂഡിംഗ് പരിഹാരാസ് എന്നുള്ളതാണ്. ഇതും പല സെഷൻസിലായിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്. ദെൻ തേർഡ് വൺ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എന്നുള്ളതാണ്. ഇനി നമ്മൾ സെക്ഷൻ 2 നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട 3 ഹൈ ഈൽഡ് ടോപ്പിക്കിൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ ഫിസ്ക്കൽ സിസ്റ്റംസ് ആൻഡ് ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, മുഗൾസ് ആൻഡ് മറാത്താസ്. ഇപ്പൊ പല സെഷൻസിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഡൽഹി സുൽത്താനേറ്റിന്റെയും മുഗൾസിന്റെയും മറാത്താസിന്റെയും ഒക്കെ ഫിസ്ക്കൽ സിസ്റ്റം ആൻഡ് ലാൻഡ് റവന്യൂ എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക് ആണ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷൻ, കാർഖാനാസ്, വേജസ് ആൻഡ് സെക്ടോറൽ നോട്ട്സ്, ടെക്സ്റ്റൈൽസ്, ഇൻഡിഗോ, അഗ്ര ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ദെൻ തേർഡ് ടോപ്പിക് ബിസിനസ് പ്രാക്ടീസസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളതാണ്. അതിൽ ഹുണ്ടീസ്, ഇൻഷുറൻസ്, റെസ്പോണ്ടൻഷ്യ, ഇജാര, ഇതൊക്കെ പല സെഷൻസിലും ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ ഈ ഒരു ഹുണ്ടീസും ഇൻഷുറൻസ്, റെസ്പോണ്ടൻഷ്യ, ഇജാര എന്നുള്ളതൊക്കെ നിങ്ങൾ ഷോർട്ട് നോട്ട് ആയിട്ട് എന്തായാലും പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ അടുത്തതായിട്ട് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഇനി ഏതൊക്കെ ടൈപ്പിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്? നമ്മൾ ജൂൺ 2024 മുതൽ ജൂൺ 2025 വരെ നടന്നിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഏത് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നമ്മളിവിടെ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഫസ്റ്റ് വൺ എക്സ്പ്ലനേറ്ററി എസ്സേ ആണ്. 20 മാർക്കിന്റെ എസ്സേ ആണ്. 500 വേർഡ്സിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പൊതുവെ ഡിസ്കസ്, എക്സ്പ്ലെയിൻ, എക്സാമിൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബ്രീഫ് ഓർ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ആണ്. 20 ആണ് മാർക്ക്. 500 വേർഡ്സിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ ബ്രീഫ് ഓർ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ കോമൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ എന്നുള്ള ഒരു വേർബ് വെച്ചിട്ടാണ്. ദെൻ നമ്മൾ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ എസ്സേ ആണ്. 20 മാർക്കാണ്. 500 വേർഡ്സിലാണ് എഴുതേണ്ടത്. ക്രിട്ടിക്കലി എക്സാമിൻ, അനലൈസ്, ഡിബേറ്റ്, ഇൻ ദ ലൈറ്റ് ഓഫ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഫോർത്ത് വൺ ഷോർട്ട് നോട്ട്സ് ആണ്. 2 ഷോർട്ട് നോട്ട് ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഓരോ ഷോർട്ട് നോട്ടിനും 10 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 2 ഷോർട്ട് നോട്ടിന് കൂടി 20 മാർക്ക്. ഓരോ ഷോർട്ട് നോട്ടും 250 വേർഡ്സിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റൈറ്റ് ഷോർട്ട് നോട്ട്സ് എനി 2 എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി നമ്മൾ ഈ ഓരോ പാറ്റേണും നോക്കുന്ന സമയത്ത് ഇവിടെ എക്സ്പ്ലനേറ്ററി എസ്സേ എന്ന് പറയുന്നത് നമുക്കറിയാം 20 മാർക്കാണ്. നമ്മൾ അതൊരു 500 വേർഡ്സിലാണ് എഴുതേണ്ടത്. സോ എക്സ്പ്ലനേറ്ററി എസ്സേ എഴുതുന്ന സമയത്ത് എക്സാമിനറ് നമ്മൾക്ക് എത്രത്തോളം ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് എത്രത്തോളം കൃത്യമായിട്ട് അറിയാം എന്നുള്ളൊരു കാര്യമാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഇറിഗേഷൻ, റവന്യൂ, ട്രേഡ് നെറ്റ്വർക്ക്സ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു എക്സ്പ്ലനേറ്ററി എസ്സേ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പം എക്സ്പ്ലനേറ്ററി എസ്സേ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അതിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ നമ്മൾ അതിൽ മെയിൻ ബോഡി എഴുതണം. അപ്പൊ മെയിൻ ബോഡിയിൽ നമ്മൾ ആദ്യം ഡെഫിനിഷൻസ് എഴുതുക. പിന്നെ അതിന്റെ കോസസ് പറയാം. കോസസ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണല്ലോ ആ ഒരു കോസസ് കാരണം ഉണ്ടാവുക. അപ്പം ആ ഒരു സിറ്റുവേഷന് എങ്ങനെയായിരുന്നു നടന്നിട്ടുള്ളത്, അതായത് അതിന്റെ മെക്കാനിസം എങ്ങനെയായിരുന്നു, ദെൻ അതിന്റെ കോൺസിക്വൻസ് എന്താണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഴ്സസ് എന്താണ് എന്നുള്ളതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ എന്താണ് സബ് ഹെഡിങ്സ് ഒക്കെ കൊടുക്കുക. പിന്നെ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും ആർക്കിയോളജിയിൽ നിന്നും കോയിനേജിൽ നിന്നുള്ള എക്സാമ്പിൾസും എവിഡൻസും ഒക്കെ കൃത്യമായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബ്രീഫ് ഓർ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ആണ്. ഇത് 20 മാർക്കിനാണ്. നമ്മൾ 500 വേർഡ്സിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ എന്താക്കുക,
വിശദമായിട്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതില് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് ഫേസസ് ഏതൊക്കെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായി ചെയ്യുക, ഏതൊരു ടൈം പീരീഡിലാണ് അത് നടക്കുന്നത്, പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് അനലിറ്റിക്കൽ എസ്സേ ആണ്. അനലിറ്റിക്കൽ എസ്സേ എന്ന് പറയുന്നത് നമ്മള് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ മാതിരി എഴുതാൻ പറ്റൂല അല്ലെ, കാരണം നമ്മൾ അവിടെ ഒരു കാര്യത്തെ നമ്മൾ എന്താക്കണം, അനലൈസ് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ എന്താണ് എന്നുള്ളതിലുപരി എന്തുകൊണ്ട്, എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യാണ് ഇവിടെ ഈ അനലിറ്റിക്കൽ എസ്സേയിൽ വേണ്ടത്. സോ ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ ഒരു തെസിസ് ചെയ്ത എന്താണ് ഡെഫിനിഷൻ എന്നുള്ളത് കൃത്യമായി ചെയ്ത, പിന്നെ നമ്മളുടെ ആർഗ്യുമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കുക, ദെൻ അതിന് ഒപ്പോസ് ആയിട്ടുള്ള വ്യൂസ് ചെയ്ത, ദെൻ നമ്മളുടെ ആർഗ്യുമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്യുക, ആൻഡ് ഫൈനലി കൺക്ലൂഷന്. അപ്പൊ ഇതിലും നമ്മളൊരു 500 വേർഡ്സിലാണ് എഴുതേണ്ടത്. അനലിറ്റിക്കൽ എസ്സേക്കും 20 മാർക്കാണ് ഉണ്ടാവുക. ദെൻ ഫോർത്ത് വൺ ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ 10 മാർക്കാണ് 2 ഷോർട്ട് നോട്ടിന് ഉണ്ടാവുക. അതായത് 2 ഷോർട്ട് നോട്ടിനും കൂടി 20 മാർക്ക്, ഓരോ ഷോർട്ട് നോട്ടിനും 10 മാർക്ക്. സോ ഇവിടെ നമുക്ക് ഹുന്ദീസ്, ഇജാര, അഹർ കൾച്ചർ, ബലൂതേദാസ്, ഇൻഡിഗോ എന്നുള്ളതൊക്കെ ഷോർട്ട് നോട്ട് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്സ് ആണ്. സോ ഇവിടെ നമ്മൾ കാര്യങ്ങൾ അത്ര ഡെപ്തിലേക്ക് പോകണ്ട, വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ പറയാം, ഡെഫിനിഷൻ കൃത്യമായിട്ട് കൊടുക്കാം, ഏതൊരു ടൈം പീരീഡിലാണ് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊരു ടൈം പീരീഡിലാണ്, ദെൻ അതിന്റെ പ്ലേസ് എവിടെയായിരുന്നു, ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള നമ്മളൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു 2 to 3 ഫാക്ട്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോ ഇതാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കുന്നത്. അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ 3 സെഷൻസ് ആണ് എടുക്കുന്നത്. 2024 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പർ, 2024 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ, 2025 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര പെർസെന്റേജ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് നമ്മൾ പറയുന്നത്. സോ ബ്ലോക്ക് 5-ൽ നിന്നും 26.9% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ചോദിച്ചിട്ടുള്ളത്. അതിൽ ആവറേജ് മാർക്ക് 26.9 ആണ്. ഇനി ബ്ലോക്ക് 1-ൽ നോക്കുകയാണെങ്കിൽ 21.7% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് 21.7 ആണ്. ദെൻ ബ്ലോക്ക് 4-ൽ നിന്നും 13.3% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ആവറേജ് മാർക്ക് 13.3 ആണ്. ഇനി ബ്ലോക്ക് 2-ൽ നിന്നും 10.8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആവറേജ് മാർക്ക് 10.8 ആണ്. ബ്ലോക്ക് 3-ൽ നിന്നും 10.8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആവറേജ് മാർക്ക് 10.8 ആണ്. ബ്ലോക്ക് 6-ൽ നിന്നും 8.6% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ആവറേജ് മാർക്ക് 8.6 ആണ്. ബ്ലോക്ക് 7-ൽ നിന്നും 7.8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ആവറേജ് മാർക്ക് 7.8 ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിനെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇതിന് തന്നെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു പാറ്റേൺസ് നോക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ സെഷൻസിലും ഡോമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ലോങ് എസ്സേസ് ആണ്. അപ്പം 33% ലോങ് എസ്സേസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ട് ഒരു എക്സ്പ്ലനേറ്ററി എസ്സേ. ദെൻ നമ്മളൊരു 20% ആണ് അനലിറ്റിക്കൽ എസ്സേസ് ഉണ്ടായിരുന്നത്. ദെൻ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ സെഷൻസിലും ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരുന്നു. ഇനി ഓരോ ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 5-ൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഒരു സുൽത്താനേറ്റിന്റെയും മുഗൾസ്, മറാത്ത റവന്യൂ സിസ്റ്റംസ് ഒക്കെ എപ്പോഴും, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. പെസൻട്രി, ക്രാഫ്റ്റ്, കാർഗാനാസ് എന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് 5 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഈ ഒരു ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ദെൻ ഡിബേറ്റ് ടൈപ്പ് ഐറ്റംസ് സൈക്ലിക്കലി സ്പൈക്ക്.
ഫ്യൂഡലിസം, ഹിസ്റ്റോറിയോഗ്രഫി പോലെയുള്ള ഡിബേറ്റ് ടൈപ്പ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എല്ലാ സെഷൻസിലും ഉണ്ടാവലില്ല. എന്നാൽ പല സെഷൻസിലും ഇത്തരം ടോപ്പിക്സ് എക്സാമിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം പല വർഷങ്ങളിലായിട്ട് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഓരോ വർഷം കൂടുന്തോറും അതിന്റെ ഒരു റെലവൻസി കൂടി വരികയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രിപ്പറേഷൻ ടിപ്പാണ് നോക്കുന്നത്. നമുക്ക് 100 മാർക്കിനായിരിക്കും നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതിൽ ടോട്ടൽ 3 ഹവേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ ഇവിടെ ഓരോ എസ്സേക്കും നമ്മൾ എത്രത്തോളം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എക്സ്പ്ലനേറ്ററി എസ്സേ ആണ് എഴുതുന്നത് എങ്കിൽ ഒരു 60 മിനിറ്റ്സ് എക്സ്പ്ലനേറ്ററി എസ്സേക്ക് സ്പെൻഡ് ചെയ്യാം. ദെൻ ഒരു 42 മിനിറ്റ്സ് ബ്രീഫ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എസ്സേക്കും 36 മിനിറ്റ്സിന്റെ ഉള്ളിൽ അനലിറ്റിക്കൽ എസ്സേയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഷോർട്ട് നോട്ട്സ് ആണല്ലോ. ഷോർട്ട് നോട്ടിൽ നമുക്ക് 2 എഴുതണമല്ലോ. അപ്പോൾ ഓരോ ഷോർട്ട് നോട്ടിനും 18 മിനിറ്റ് വീതം നിങ്ങൾ മാറ്റി വെക്കുക. 2 ഷോർട്ട് നോട്ട്സിനും കൂടിയിട്ട് ഏകദേശം 36 മിനിറ്റ്സ് ആണ് ഉണ്ടാവുക. അപ്പം നമ്മളിവിടെ എക്സ്പ്ലനേറ്ററി എസ്സേക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുക. അത് നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ മെയിൻ ബോഡി, ദെൻ കൺക്ലൂഷൻ. മെയിൻ ബോഡിയിൽ തന്നെ നമ്മൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക, നമ്മളുടെ ആർഗ്യുമെന്റ്സ് എഴുതുക, ദെൻ അതിന് കൗണ്ടർ ആയിട്ടുള്ള വ്യൂസ് നമ്മൾ എഴുതുക, എവിഡൻസസും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. ദെൻ നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു 10 to 12 മിനിറ്റ്സ് ഉണ്ടാവും. അപ്പം ഈ ഒരു 10 to 12 മിനിറ്റ്സ് ആണ് നമ്മൾ ബഫർ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്താണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യുന്നതും ദെൻ ഫൈനൽ ആയിട്ട് നമ്മൾ എല്ലാ ഹെഡിങ്സും കൊടുത്തിട്ടില്ലേ, നമ്മൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ കൃത്യമല്ലേ, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എല്ലാത്തിനും ഇട്ടിട്ടില്ലേ, അങ്ങനെ ഒരു ഫൈനൽ ചെക്ക് നമ്മൾ നടത്തുന്നത് ഈ ഒരു 10 to 12 മിനിറ്റ്സിലാണ്. ഇതിനെ ബഫർ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പം ഓരോ ബ്ലോക്സിലും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഹാരപ്പൻ ഇക്കോണമി, സിവിലൈസേഷൻ, കോർ ഫീച്ചേഴ്സ് ആൻഡ് ഡിബൈറ്റ്സ് എന്നുള്ളതാണ്. 3 തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, മുഗൾസ്, മറാത്താസ്. 3 തവണ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. ദെൻ തേർഡ് വൺ ബ്രഹ്മദേയ ഓർ അഗ്രഹാര ഗ്രാൻഡ്സ് ആൻഡ് അഗ്രാരിയൻ എക്സ്പാൻഷൻ ഇൻക്ലൂഡിംഗ് പരിഹാരാസ്. 3 തവണയാണ് ഈ ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. ദെൻ ഫോർത്ത് വൺ വിമൻ ആൻഡ് വർക്ക്, റോൾസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ക്രാഫ്റ്റ്സ്, ഷാസ്ട്രിക് ടു മിഡീവൽ. 3 തവണ തന്നെയാണ് ചോദിച്ചത്. ദെൻ ഫിഫ്ത്ത് വൺ പെസൻട്രി കാറ്റഗറീസ് ഓർ എവറിഡേ റെസിസ്റ്റൻസ്. 3 തവണയാണ് ചോദിച്ചത്. സിക്സ്ത് വൺ ഇറിഗേഷൻ ടെക്നോളജി ആൻഡ് പ്രൊഡക്ടിവിറ്റി, മിഡീവൽ. 2 തവണയാണ് ചോദിച്ചത്. ദെൻ സെവൻത് വൺ ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ്, കാർഖാനാസ്, വേജസ്, സെക്ടേഴ്സ്. ഇതും 2 തവണയാണ് ചോദിച്ചത്. ദെൻ എയ്ത്ത് വൺ ഇക്കണോമിക് ഹിസ്റ്റോറിയോഗ്രഫി, മാർക്സിസ്റ്റ് അപ്രോച്ച്. 2 തവണയാണ് ചോദിച്ചത്. ദെൻ നയൻത് വൺ ട്രേഡ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് 200 BC to 300 CE. 1 തവണയാണ് ചോദിച്ചത്. ദെൻ ലാസ്റ്റ് വൺ ഫ്യൂഡലിസം ഡിബേറ്റ് ഇൻ ഇന്ത്യ. ആകെ 1 തവണയാണ് ഫ്യൂഡലിസത്തിന്റെ ഡിബേറ്റ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു യൂണിറ്റ് 4-ലെ ഹാരപ്പൻ ഇക്കോണമി, സിവിലൈസേഷൻ, കോർ ഫീച്ചേഴ്സ് ആൻഡ് ഡിബേറ്റ്സ് എന്നുള്ള ക്വസ്റ്റ്യന്റെ ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 4 തവണയാണ് ഇത് അപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി യൂണിറ്റ് 13-ലെ ബ്രഹ്മദേയ, അഗ്രഹാര ഗ്രാൻഡ്സ് ആൻഡ് അഗ്രാരിയൻ എക്സ്പാൻഷൻ ഇൻക്ലൂഡിംഗ് പരിഹാരാസ് എന്നുള്ള ക്വസ്റ്റ്യന് ആവറേജ് മാർക്ക് 20 തന്നെയായിരുന്നു. 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 20 and 21-ൽ നിന്നുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റംസ്, ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ, മറാത്ത കമ്പാരിസൺസ് എന്നുള്ളത് 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 ടൈംസ് ആണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പം ആ ഒരു ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് നമ്മൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ ഒരു ടോപ്പിക്, ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക് ഹാരപ്പൻ ഇക്കോണമി ഓഫ് സിവിലൈസേഷൻ എന്നുള്ളതാണ്. ഇത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 4-ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. രണ്ടാമത്തത് ലാൻഡ് റവന്യൂ സിസ്റ്റംസ്, സുൽത്താനേറ്റ്, മുഗൾസ്, മറാത്താസ്. ബ്ലോക്ക് 5-ലെ യൂണിറ്റ് 20 and 21-ൽ നിന്നുള്ള ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. നെക്സ്റ്റ് വൺ ബ്രഹ്മദേയ, അഗ്രഹാര ഗ്രാൻഡ്സ് ആൻഡ് പരിഹാരാസ്. ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 13-ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. ഇനി ഈ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് നിങ്ങൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്? അതിലുള്ള ഫസ്റ്റ് മെത്തേഡ് ആണ് ടീച്ച് ബാക്ക് മെത്തേഡ്. ടീച്ച് ബാക്ക് 10 minutes ഡ്രില്ല്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഈ ടോപ്പിക്സ്
അത് എന്തുകൊണ്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്, അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് പല കാരണങ്ങൾ ഉണ്ടാവും അല്ലെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോസസ് ഉണ്ടാവും, സോഷ്യൽ ആയിട്ടുള്ള കോസസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഈ കാരണം പൊതുവെ എന്താണ് ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ ആ ഒരു പ്രക്രിയ എങ്ങനെയായിരുന്നു, ആ ഒരു ഇവന്റിന്റെ പ്രക്രിയ എങ്ങനെയായിരുന്നു, അതിന്റെ ഒരു മെക്കാനിസം എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയാം. നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റ്സ് എന്താണ്, ജസ്റ്റ് ഒരു ഇമാജിനേഷൻ മാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്ക്രിപ്ഷൻസും കോയിൻസും ഒക്കെ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇവിടെ ടീച്ച് ബാക്ക് മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു സ്റ്റുഡന്റ് ഇരിക്കുകയാണ്, ആ സ്റ്റുഡന്റിന് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് മെത്തേഡ് മോഡൽ ആൻസർ സ്കെൽട്ടൺ എന്നുള്ളതാണ്. ഒരു മോഡൽ സ്കെൽട്ടൺ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അതിൽ നമ്മൾ തിസിസ് വേണം, ദെൻ 3 ആർഗ്യുമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കണം, അതിന്റെ എക്സാമ്പിൾസ് വേണം, അതിലെ ക്രിറ്റിസിസം വേണം, ദെൻ കൺക്ലൂഷനും വേണം. നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലാഗ് ഹൈ ഈൽഡ് സോഴ്സസ്. ഇപ്പൊ പൊതുവെ നിങ്ങൾ ഈ ഫർമെൻസ്, ഇൻസ്ക്രിപ്ഷൻസിന്റെ നെയിംസ് ആൻഡ് ക്ലാസിക് ഹിസ്റ്റോറിയൻസിനൊക്കെ നിങ്ങളുടെ ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹൈ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് ആണ്. സോ ഈ ഹൈൽഡ് ടോപ്പിക്സിലൊക്കെ നിങ്ങൾക്ക് അത്തരത്തിൽ ഫർമാൻസും ഇൻസ്ക്രിപ്ഷൻസിന്റെ നെയിംസും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ മീഡിയം പ്രയോറിറ്റി വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ വിമൻ ആൻഡ് വർക്ക്, റോൾസ് ഇൻ പ്രൊഡക്ഷൻ, ക്രാഫ്റ്റ് എന്നുള്ളതാണ്. ബ്ലോക്ക് 7 യൂണിറ്റ് 27 ആൻഡ് 28 നിന്നുള്ള മീഡിയം പ്രയോറിറ്റി വരുന്ന ഒരു ടോപ്പിക് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഇറിഗേഷൻ ടെക്നോളജി ആൻഡ് പ്രൊഡക്ടിവിറ്റി, ബ്ലോക്ക് 5 യൂണിറ്റ് 16 നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ്, ബ്ലോക്ക് 5 യൂണിറ്റ് 19 നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ ഫോർത്ത് വൺ ഇക്കണോമിക് ഹിസ്റ്റോറിയോഗ്രഫി, മാർക്സിസ്റ്റ് അപ്രോച്ച് എന്നുള്ളത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആൻഡ് 2 നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. ഈ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഏത് രീതിയിൽ പഠിക്കണം? സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക. അതിൽ നിങ്ങൾ ഈ ടേംസ് ദാദനി, കാർഗാന, കുദ്കഷ്ട എന്നുള്ള ടേംസ് ചെയ്യുക. അതായത് ഓരോ ഫ്ലാഷ് കാർഡിലും അതിന്റെ ടേംസ് ചെയ്യുക. ദെൻ അതിനെന്താക്കാം, 1 ലൈനിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അതിന്റെ ഡേറ്റ്സും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക. ദെൻ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ ഔട്ട്ലൈൻ തയ്യാറാക്കുക. ദെൻ ഒരു 12 മിനിറ്റ്സിൽ നിങ്ങൾ ആ ഒരു എസ് എഴുതി കംപ്ലീറ്റ് ആക്കുക. ഒരു 20 മാർക്കിന്റെ എസ് ഒരു ടൈം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കുക, കംപ്ലീറ്റ് ചെയ്യുക. ടൈം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കമ്പയർ കോൺട്രാസ്റ്റ് ടേബിൾസ്. ഡൽഹി സുൽത്താനേറ്റിന്റെയും മുഗൾസിന്റെയും മറാത്താസിന്റെയും ഒക്കെ റവന്യൂ സിസ്റ്റംസ് ഉള്ള ഒരു ടേബിൾസിനെ കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലോ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് അതിൽ വരുന്ന ഒന്നാണ് ട്രേഡ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് 200 BC to 300 CE. നെക്സ്റ്റ് വൺ ഫ്യൂഡലിസം ഡിബേറ്റ് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 10 നിന്നുള്ള ഒരു ലോ പ്രയോറിറ്റി ടോപ്പിക് ആണ്. ദെൻ തേർഡ് വൺ ഓഷ്യാനിക് ഓർ ഏഷ്യൻ ട്രേഡ് ഹിസ്റ്റോറിയോഗ്രഫി, ബ്ലോക്ക് 6 യൂണിറ്റ് 22 നിന്നുള്ള ടോപ്പിക് ആണ്. ഇനി ഈ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ഏത് രീതിയിൽ പഠിക്കണം? അതിന് വേണ്ടിയിട്ട് ഒരു സ്കിം പ്ലസ് ആങ്കർ എന്നുള്ള ഒരു മെത്തേഡ് ആണ് പറയുന്നത്. അതായത് നിങ്ങൾ 2 പേജസ് ആണ്. അതിൽ ഫസ്റ്റ് പേജിലെ നിങ്ങൾ സ്കിം ആയിട്ട് ആ ഒരു കോൺസെപ്റ്റും നിങ്ങളുടെ ആർഗ്യുമെന്റ്സും ആ ഒരു 3 to 4 കീ ആർഗ്യുമെന്റ്സും നിങ്ങൾ എഴുതി വെക്കാം. ദെൻ രണ്ടാമത്തെ പേജ് ഉണ്ടല്ലോ, അതിലാണ് ആങ്കർ. ഈ പോയിന്റ്സിനൊക്കെ ആർഗ്യുമെന്റ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസും നിങ്ങൾ എഴുതി വെക്കാം. സൈറ്റുകളാവാം, ഇൻസ്ക്രിപ്ഷൻസ് ആവാം, കോയിൻസ് ആവാം. ഇതാണ് ഈ സ്കിം പ്ലസ് ആങ്കർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പേപ്പർ ബേർസ്റ്റ്. റൈറ്റ് 1 full answer each, then convert to 250 words precise. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക, അതിന്റെ ഫുൾ ആൻസർ ഒരു ലോങ് എസ്സേ ആൻസർ ചെയ്യുക. ദെൻ ആ ഒരു ലോങ് എസ്സേ ആൻസറിനെ തന്നെ നിങ്ങൾ ഒരു 250 വേർഡ് ഉള്ള ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം ഒരു സെയിം ടോപ്പിക്കിനെ തന്നെ ലോങ് എസ്സേ ആയിട്ടും എഴുതി പ്രാക്ടീസ് ചെയ്യാം, ഷോർട്ട് നോട്ട് ആയിട്ടും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ലിങ്കേജ് മാപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. 1 ഡയഗ്രാം കണക്റ്റിംഗ് കോസസ്, എഫക്ട്സ്, സോഴ്സസ്. കോസസ്, എഫക്ട്, സോഴ്സസ് അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയഗ്രാം തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്തൊരു മെത്തേഡ്.
ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി, അതായത് ഓരോ ടോപ്പിക്കിനും എക്സാമിന് ചോദിക്കാൻ എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലെ നമ്മൾ പ്രോബബിലിറ്റി കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല അപ്പിയറൻസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേപ്പേഴ്സ് ഇൻറ്റു 100 എന്നുള്ളതാണ്. സോ നമ്മൾ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 4-ൽ നിന്നുള്ള ഹാരപ്പൻ ഇക്കോണമി ഓർ സിവിലൈസേഷൻ എന്നുള്ളത് ഹൈ കാറ്റഗറിയിൽ വരുന്ന 100% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 5-ലെ യൂണിറ്റ് 20 ആൻഡ് 21-ലെ ലാൻഡ് റവന്യൂ സിസ്റ്റം, സുൽത്താനേറ്റ്, മുഗൾസ്, മറാത്താസ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിൽ വരുന്ന 100% സാധ്യതയുള്ള മറ്റൊരു ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 7-ലെ യൂണിറ്റ് 27 ആൻഡ് 28-ൽ നിന്നുള്ള വിമൺ ആൻഡ് വർക്ക്, റോൾസ് ഇൻ പ്രൊഡക്ഷൻ ഓർ ക്രാഫ്റ്റ് എന്നുള്ളതും ഹൈ കാറ്റഗറിയിൽ വരുന്ന 100% സാധ്യതയുള്ള മറ്റൊരു ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 13-ൽ നിന്നുള്ള ബ്രഹ്മദേയ, അഗ്രഹാര, ഗ്രാൻഡ്സ് ആൻഡ് പരിഹാരാസ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 66.7% ആണ് പ്രോബബിലിറ്റി. ദെൻ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ആൻഡ് 2-ൽ നിന്നുള്ള എക്കണോമിക് ഹിസ്റ്റോറിയോഗ്രഫി, മാർക്സിസ്റ്റ് അപ്രോച്ച് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന 66.7% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 5-ലെ യൂണിറ്റ് 16-ൽ നിന്നുള്ള ഇറിഗേഷൻ ടെക്നോളജി ആൻഡ് പ്രൊഡക്ടിവിറ്റി മീഡിയം കാറ്റഗറിയിൽ വരുന്ന 66.7% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 5-ലെ തന്നെ യൂണിറ്റ് 19-ൽ നിന്നുള്ള ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രീസ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന 66.7% പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 10-ൽ നിന്നുള്ള ഫ്യൂഡലിസം ഡിബേറ്റ്, ഏർലി മിഡീവൽ, ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 33.3% ആണ് പ്രോബബിലിറ്റി. ദെൻ ബ്ലോക്ക് 6-ലെ യൂണിറ്റ് 22-ൽ നിന്നുള്ള ഓഷ്യാനിക് ആൻഡ് ഏഷ്യൻ ട്രേഡ് ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ളതും ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 33.3% ആണ് പ്രോബബിലിറ്റി. ദെൻ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 8 ആൻഡ് 9-ൽ നിന്നുള്ള ട്രേഡ് ആൻഡ് urban ഡെവലപ്മെന്റ് 200 BC to 300 CE എന്നുള്ളത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 33.3% ആണ് പ്രോബബിലിറ്റി. Then second one, coins and currency systems in early urban phases. Block 3-ലെ യൂണിറ്റ് 8-ൽ നിന്നുള്ള ടോപ്പിക് ആണ്. Third one, debates on urban decay in early medieval India. Block 4-ലെ യൂണിറ്റ് 14-ൽ നിന്നുള്ള ടോപ്പിക് ആണ്. Then fourth one, guilds and production network in early states. Block 3-ലെ യൂണിറ്റ് 6 and 7-ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. Then section 2-ലെ ആദ്യത്തെ ടോപ്പിക്, compare land tax arrangements and revenue assignments under the Delhi Sultans, the Mughals and the Marathas. Identify convergences and divergences in fiscal practice. Block 5-ലെ യൂണിറ്റ് 20 and 21-ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Then second one, evaluate the impact of irrigation technologies, wells, tanks, canals, lifting devices on agricultural productivity in the period 1300 to 1700 BC. Block 5-ലെ യൂണിറ്റ് 16-ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Then third one, discuss the organization of craft production with reference to Dadani, Karganas, wages, mobility and women's participation. Block 5-ലെ യൂണിറ്റ് 19-ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Then fourth one, assess the participation of women in agriculture, petty commerce and crafts across early to medieval context using textual and inscriptional evidence. Block 7-ലെ യൂണിറ്റ് 27 and 28-ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Then final one, ഷോർട്ട് നോട്ട്സ് എഴുതാനാണ്. 250 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഓരോ ഷോർട്ട് നോട്ടിനും 10 മാർക്കാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ടോപ്പിക്, മാർക്കറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് എ ഡൽഹി സുൽത്താനേറ്റ് റൂളർ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇഫക്ട്സ് എന്നുള്ളതാണ്. ബ്ലോക്ക് 5-ലെ യൂണിറ്റ് 20-ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. Then second one, Hundis and bills of exchange, mechanics and trust. Then third one, postal communication and information flows. And fourth one, Ijara as a revenue device, principle and practice. So ഇതാണ് നമ്മളുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഈ ഓരോ ക്വസ്റ്റ്യൻസും ഏത് രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്, ആൻസറിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഏതൊക്കെയാണ് കീ പോയിന്റ്സ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു മോഡൽ ആൻസേഴ്സും നിങ്ങൾക്ക് ലേൺ വൈസ് ആപ്പിൽ PYQUY അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഫോൾഡറിൽ കാണാൻ പറ്റും.
അപ്പൊ എല്ലാവരും അത് മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കാം ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിലെ കീ ടേംസും കീ പോയിന്റ്സും കീ പീരീഡും അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻസ് ആണെങ്കിലും കോയിൻസ് ആണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. എല്ലാവരും നല്ല പ്രാക്ടീസ് ചെയ്യുക. എക്സാം വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.